ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, അലൈൻ തന്നെ. യുഎഇയിലെ മറ്റ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അധികം തിരക്കില്ലാത്ത എല്ലാ സൗകര്യങ്ങളുമുള്ള, അതുപോലെ തന്നെ പൂക്കളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലം. ചൂടെങ്കിൽ നല്ല ചൂടും തണുപ്പെങ്കിൽ നല്ല അടിപൊളി തണുപ്പുമാണ് നമ്മുടെ അലൈനില്. തണുപ്പ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ അലൈനിലെ മിക്ക റോഡുകളുടെയും വശങ്ങളും മുഴുവൻ പൂക്കൾ കൊണ്ടങ്ങ് നിറയും. കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് ഓർക്കണം കേട്ടോ അവർ ഇത്രയും പണം മുടക്കി ഇത് ചെയ്യുന്നത്. ചൂട് സമയമായാലും ഈ പൂക്കളൊക്കെ അങ്ങോട്ട് പോവുമെങ്കിലും ഈ പച്ചപ്പൊക്കെ അതുപോലെ തന്നെ ഇവിടെ കാണും. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണേ, നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. സിവിൽ വർക്കുകളോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങളും പൊതു വഴികളും ഒക്കെ നല്ല പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വൃത്തിയായി കൊണ്ടുപോകുന്നതിന് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തിയിരുന്നതിൽ എത്ര നന്നായിരുന്നു അല്ലേ? പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഈ തണുപ്പ് സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദുബായ് മാത്രം കണ്ടുപോകാതെ അലൈനിലേക്ക് കൂടി ഒന്ന് ഇറങ്ങണം കേട്ടോ. നമ്മുടെ അലൈൻ്റെ സ്വകാര്യ അഹങ്കാരമായ ജബൽ ഹഫീത്ത് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കയറി മുകളിൽ ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അബുദാബിയുടെ ഭാഗമായിട്ടുള്ള ഈ കുഞ്ഞ് അലൈൻ മുഴുവൻ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു വശത്ത് ഒമാനും കാണാം കേട്ടോ. 10 ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചറും അതുപോലെ നല്ല കാറ്റും ഒക്കെ കൊണ്ട് ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ജബൽ ഹഫീത്തിൽ എപ്പോൾ പോയാലും ഞങ്ങളൊരു ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ടേ പോകും. അവിടെ നിന്ന് കുടിക്കുന്ന ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. യുഎഇയിൽ തന്നെ താമസിക്കുന്ന അലൈനിൽ ജബൽ ഹഫീത്തിൽ വന്നിട്ടില്ലാത്തവർ കാണും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ തണുപ്പ് സമയത്ത് തന്നെ ജബൽ ഹഫീത്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് പോകാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും അലൈൻ കണ്ടിട്ടില്ലാത്ത, അലൈനിൽ വന്നിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും വന്ന് കണ്ടു പോകണം. അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അലൈൻ.